ഹേയ് ദേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളുടെ ഓൺഗോയിങ് സീരീസിന്റെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബിയോണ്ട് ഇവിൽ എപ്പിസോഡ് 2 ആണ്. ഇഫ് യു മിസ് ദ പ്രീവിയസ് എപ്പിസോഡ്, സാരില്ല, ഐ ക്യാച്ച് യു അപ്പ് വിത്ത് ദ ഡീറ്റെയിൽസ്. കഴിഞ്ഞ എപ്പിസോഡിൽ മുഞ്ചു സിറ്റിക്ക് അടുത്ത് മന്യാങ് വില്ലേജ് സബ് സ്റ്റേഷനിൽ പുതിയൊരു ഇൻസ്പെക്ടർ ചാർജ് എടുക്കും. ഇൻസ്പെക്ടർ ഹാൻ ജോവോൻ. അവരുടെ പാർട്ട്ണറായി കിട്ടുന്നത് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഡൂൺഷിക് എന്ന പേരുള്ള ഒരാളെയാണ്. ഒരുപാട് ദുരൂഹത നിറഞ്ഞൊരു മനുഷ്യൻ. രണ്ടുപേരും രണ്ട് സിറ്റുവേഷനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ. അങ്ങനെ ജുവോൻ ചാർജ് എടുത്ത അടുത്ത ദിവസങ്ങളിൽ അവർ രണ്ടുപേരും കാട്ടിൽ ഒരാൾ തിരയുന്നതിനിടെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഡെഡ് ബോഡി കാണാനിടയാകും. രണ്ടുപേർക്കും രണ്ട് റിയാക്ഷൻസ്. എന്തൊക്കെയോ മറിക്കുന്ന പോലെ, ആ ബോഡിയുമായി എന്തോ കണക്ഷൻസ് ഉള്ള പോലെ. ബാക്ക് ടു എപ്പിസോഡ് 2. എപ്പിസോഡിന്റെ തുടക്കം ക്രൈം സീനിൽ ഫോറൻസിക് ടീം എത്തിച്ചേരുന്നതാണ്. ക്രൈം സീനിൻ്റെ അടുത്തൊന്നും ഒരു സെക്യൂരിറ്റി ക്യാമറ പോലും ഇല്ല. ഉള്ളതാണെങ്കിൽ വർക്ക് ചെയ്യുന്നുമില്ല. ആക്ച്വലി മുഞ്ചുവിലേക്ക് 200 സെക്യൂരിറ്റി ക്യാമറാസ് കഴിഞ്ഞ വർഷം കൊടുത്തതാണ്. അതൊക്കെ സിറ്റിയിൽ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്തത്. മന്യാങ് പോലെയുള്ള ചെറിയ ടൗണിലൊന്നും അത് തികഞ്ഞില്ല. അതുമാത്രമല്ല, മന്യാങ് അടുത്ത് തന്നെ റീഡെവലപ്മെൻറ്റിനായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന സ്ഥലമാണ്. മേ ബി അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നടന്നത്. എന്തായാലും ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ് ബോഡി കിട്ടിയ സ്ഥലം. അങ്ങനെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കവേ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ലേഡി ഓഫീസർ അവിടെയുള്ള മറ്റുള്ള ഓഫീസേഴ്സിന് അവരുടെ അടുത്തൊരു ഫോട്ടോ കാണിക്കും. ബോഡിയുടെ കാല് പൂർണ്ണമായും കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതാദ്യമായിട്ടല്ല ആ സീൻ അവർ കാണുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലുള്ളൊരു മേർഡർ ഉണ്ടായിട്ടുണ്ട്. ജൂ സുയോന്റെ മേർഡർ. അവളുടെയും കാല് ഇത്തരത്തിലായിരുന്നു കിട്ടിയിരുന്നത്. സീൻ കട്ട് ചെയ്ത് നമ്മൾ കാണുന്നത് ഒക്ടോബർ 15, 2000. ജൂ സുയോൻ മേർഡർ സീൻ. പോലീസിന് സീനിൽ നിന്ന് ഡൂൺഷിക്കിന്റെ കിതാബിൽ കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ സസ്പെക്റ്റ് ആയിട്ട് അറസ്റ്റും ചെയ്യും. എത്രയൊക്കെ അവൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടും അവരവനെ കൊണ്ടുപോകും. അങ്ങനെ പോകുന്നതിനിടയിൽ അവൻ അവൻ്റെ അച്ഛനോട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, അച്ഛാ ഞാനല്ല ചെയ്തത്, ഞാനത് ചെയ്തിട്ടില്ല എന്നൊക്കെ. അപ്പോൾ അച്ഛനും പോലീസിനോട് പറയും, ഇല്ല എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല. പക്ഷെ പോലീസ് തെളിവ് കിട്ടിയെന്ന് പറയുമ്പോൾ അവൻ്റെ അച്ഛൻ പെട്ടെന്ന് സൈലൻ്റ് ആകും. അത് കണ്ട് അവൻ വീണ്ടും അച്ഛനോട് എന്നെ വിശ്വസിക്കുക, ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയും. ബട്ട് പോലീസ് അവനെ കൊണ്ടുപോകും. ബാക്ക് ഇൻ ദ പ്രസന്റ്, ഡോൺഷിക് പോലീസ് ഇൻട്രോഗേഷൻ റൂമിലാണ്. എന്താ ഇങ്ങനെയെന്നല്ലേ? വെയിറ്റ്, സംഭവം എന്താന്ന് പറയാം. ഇതേ സമയം മന്യാൻ സബ് സ്റ്റേഷനിലെ ചീഫ് നാം സംബെ മുഞ്ചു സ്റ്റേഷൻ ഇൻവെസ്റ്റിഗേഷൻ ടീം ഓഫീസറിനോട് എന്തിനാ നിങ്ങൾ ഡോൺഷിക്കിനെ ഇൻട്രോഗേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അവൻ ആദ്യം ബോഡി കണ്ടു എന്നല്ലേ ഉള്ളൂ, അതിന് ഇത്രയ്ക്കും വേണോ? അപ്പോൾ ഓഫീസർ പറയും, അതിനാരാ അവനെ ഫോഴ്സ് ചെയ്ത്, അവൻ സ്വമേധയെ വന്നിരിക്കുന്ന. അതുമല്ല, ഡോൺഷിക്കിന്റെ സംഭവം നമുക്കറിയാം, അതൊരു ഭ്രാന്തനാണ്, പറഞ്ഞാൽ കേൾക്കില്ല. പക്ഷെ ജുവോൻ, അവനെ കയറിയിരിക്കുന്നുണ്ട് ഇൻറ്ററോഗേഷൻ റൂമിൽ. അത് കേട്ട് ചീഫ് നാം കൺഫ്യൂസ്ഡ് ആകും, എന്താ ഇവിടെ നടക്കണേന്ന്. ശേഷം ഡോൺഷിക്, ജുവോൻ രണ്ടുപേരും ഇൻട്രോഗേഷൻ റൂമിൽ ഇരിക്കുന്നത് കാണാം. ആക്ച്വലി ജുവോന്റെ സംശയം തീർക്കാനാണ് താൻ ഇവിടെ ഇരിക്കുന്നതെന്ന് ഡോൺഷിക് പറയും. അതുകൊണ്ട് തന്നെ വേണ്ടോളം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ, സംശയം വെച്ചിരിക്കുന്നതല്ല. അതൊക്കെ ശരി, നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? എന്നെപ്പറ്റി, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി ശരിക്കും പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ജുവോൻ, എന്തിന്? നിങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയാലോ, ഈ കേസിൽ നിങ്ങൾ സസ്പെക്റ്റ് ആയിരുന്നത്. ഓ അങ്ങനെ. അപ്പോൾ ഇനി നീ ഒരു കാര്യം പറ, ആ ഡെഡ് ബോഡി ഇതുവരെ ആളാരെന്ന് നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ജുവോൻ, അത് നിങ്ങളുടെ അനിയത്തി യുവോൻ അല്ലേ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുമ്പോൾ ജീഹ്വ, നമ്മുടെ ഡൂൺഷിക്കിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, റൂമിലേക്ക് കടന്നു വരും. ജീഹ്വ മുഞ്ചു സ്റ്റേഷനിലെ വയലന്റ് ക്രൈംസിൻ്റെ ഹെഡാണ്. സോ വന്ന ഉടനെ രണ്ടുപേർക്കും ഹായ് ഒക്കെ പറഞ്ഞു, എന്തിനാ ഇപ്പോഴും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തതല്ലേ, ദെൻ വൈ എന്ന് ചോദിക്കും. വെൽ, ബോഡി ആദ്യം കണ്ടതുകൊണ്ടും പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇൻട്രോഗേറ്റ് ചെയ്തേ എന്ന് പറ്റുള്ളൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇൻട്രോഗേഷൻ തുടങ്ങാം. അങ്ങനെ രണ്ടുപേരും കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോന്നായി വായിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നിങ്ങൾ രണ്ടുപേരും ഒരു ഡിമെൻഷ്യ പേഷ്യൻറ്റിനെ അവരുടെ ഫാമിലിയുടെ റിക്വസ്റ്റ് അനുസരിച്ച് തിരയാനാണ് ഫീൽഡിൽ പോയത്. അങ്ങനെ തിരയുന്നതിനിടെ ഓഫീസർ ഓ ജിഹു, ഇനി തൊട്ട് ജിഹുവിനെ നമുക്ക് ഓഫീസർ ഓ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓഫീസർ ഓടെ അലർച്ച കേട്ട് സീനിലെത്തും. പിന്നെ ബോഡി കണ്ട ഉടനെ നിങ്ങൾ സീൻ പ്രിസർവ് ചെയ്ത് കേസ് റിപ്പോർട്ട് ചെയ്തു അല്ലേ? ഇതല്ലേ നിങ്ങൾ കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് എന്ന് ജിഹ്വ ചോദിക്കുമ്പോൾ രണ്ടുപേരും അതേന്ന് പറയും. പിന്നെ എന്തിനാണ് അവർ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ രണ്ടുപേരും ഓരോരുത്തരായി തിരിച്ച് അവളോട് ചോദിക്കും, ബോഡി NFS ഐഡൻറ്റിഫൈ ചെയ്തോ, ആളാരെന്ന് കണ്ടുപിടിച്ചോ എന്നൊക്കെ. ഇതിപ്പോൾ നിങ്ങൾ എന്നെയാണോ ഞാൻ നിങ്ങളെയാണോ ക്വസ്റ്റ്യൻ ചെയ്താനിരിക്കുന്നത്? പിന്നെ നിങ്ങൾ രണ്ടുപേരും ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട.
സബ്സ്റ്റേഷനുള്ള ഓഫീസേഴ്സിൻ്റെ ഡ്യൂട്ടി സീൻ പ്രിസർവ് ചെയ്യുക, ക്രൈം ഹെഡ് ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്തു, അപ്പോൾ ശരി, വീട്ടിലേക്ക് വിട്ടുവെന്ന് ജീവ പറയാം. ഈ ഇൻട്രോഗേഷൻ ഇത്ര ഉള്ളോ? ജീവൻ ടെൻഷനാകും. അല്ല, റിപ്പോർട്ട് എഴുതിയില്ലല്ലോ. അപ്പം ജീവ, റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ടല്ലോ, അത് മതി. ആള് വലിയ സംഭവം എന്തോ പ്രതീക്ഷിച്ചായിരുന്നു. എന്തൊക്കെ ആയാലും ഡോൺ ഷേക്ക് സന്തോഷത്തിലാ എൻ്റെ ഇവിടെയുള്ള പണിയൊക്കെ കഴിഞ്ഞെന്നും പറഞ്ഞ് കൂളായി പുറത്തേക്ക് പോകും. അങ്ങനെ അവർ ഹെഡ് ക്വാർട്ടേഴ്സിന് പുറത്തിറങ്ങുമ്പോൾ ചീഫ് നാം പുറത്തവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ചീഫിനെ കണ്ടതും ഡോൺ ഷേക്ക്, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ വരെ വരേണ്ടിയിരുന്നില്ല. ആ അപ്പൂപ്പനെ കിട്ടിയിരുന്നോ? പിന്നെ ഓഫീസ് ഓക്കെ അല്ലേ? അപ്പോൾ ചീഫ്, ആ ആളെ കിട്ടി, ആളെ വീട്ടിലാക്കിയിട്ടുണ്ട്. പിന്നെ ഓഫീസ് അവന് ടാബ്ലറ്റും കൊടുത്ത് അവനെയും വീട്ടിലാക്കി. പിന്നീട് ഈ ചീഫ് ജീവോനോട്, നീ എന്തിനാ ഇവൻ്റെ പ്ലാനിൽ വീണെന്ന് ചോദിക്കും. എന്ത് പ്ലാൻ? നിനക്കൊന്നും മനസ്സിലാകുന്നില്ലേ ഇതൊക്കെ ഇവൻ്റെ പ്ലാൻ ആയിരുന്നു എന്നുള്ളത്? എന്തായാലും ഇവനെ അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുമെന്ന് ഇവനറിയാം. അതുകൊണ്ടാണ് പോലീസ് ഇവന് വേണ്ടി വരുന്നതിന് മുന്നേ സ്വമേധയെ ഇൻട്രോഗേഷൻ റൂമിലേക്ക് പോയത്. ഇനിയിപ്പോൾ നാളെ അവർ ഇവനെ എന്തിനേലും വിളിച്ചാൽ, എന്നെ ഓൾറെഡി അവർ ക്വസ്റ്റ്യൻ ചെയ്തു, എന്നെ എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ വാരണ്ട് കൊണ്ടുവരാൻ പറയും എന്നുള്ള കാര്യം ചീഫ് പറയാം. അത് കേട്ട് ഡോൺ ഷേക്ക്, എന്തിനാ അവർ എൻ്റെ അടുത്ത് വരണേ? തിരിച്ച് ചീഫ് എന്തോ പറയാൻ വരും. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാതെ, വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് രണ്ടിനെയും അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകും. അടുത്ത സീൻ റെസ്റ്റോറൻറ്റിൽ. ചീഫും ഡോൺ ഷേക്കും കഴിക്കുവാണ്. പക്ഷെ ജുവോൻ ജസ്റ്റ് മുന്നിലുള്ള ഫുഡ് നോക്കിയിരിക്കുകയുള്ളൂ. നീ എന്തേ കഴിക്കാത്തേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എനിക്ക് ഈ ഡിഷ് ഇഷ്ടമല്ല എന്ന് പറയാൻ. എന്നാൽ പിന്നെ ഓർഡർ ചെയ്യുമ്പോഴേ പറഞ്ഞുകൂടായിരുന്നു, ഫുഡ് എന്തിനാ വേസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അതൊക്കെ പോട്ടെ. അങ്ങനെ അവർ കഴിക്കുന്ന സമയത്ത് റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ ഒരു അമ്മൂമ്മ അങ്ങോട്ട് വരും. ഇവിടെ എല്ലാവരും പോലീസിനോട് കുറച്ച് കമ്പനിയാണ്, മേ ബി ചെറിയ നാട് ആയതുകൊണ്ടായിരിക്കാം. അവർ ചീഫിനോട് ചോദിക്കും, കുറേ കാലമായില്ലേ നിങ്ങളെ ഇവിടെ കണ്ടിട്ട്, എന്ത് പറ്റി പെട്ടെന്ന്? ഓ, നിങ്ങൾ ആ ബോഡി കിട്ടിയത് കൊണ്ടാവില്ലേ ഇവിടെ? ഞാൻ കേട്ടിരുന്നു 20 കൊല്ലം മുന്നേ ബോഡി കിട്ടിയ അതേ സ്ഥലത്താണ് ഈ ബോഡിയും ഇപ്പോൾ കിട്ടിയെന്നുള്ളത്. അത് അന്ന് ആ കാണാതായ കൊച്ചിൻ്റെ ആണോ? നിങ്ങൾക്കറിയില്ലേ ആ സ്വന്തം ചേട്ടൻ എന്നെ കൊന്ന കേസ്? ആ ഡോൺ ഷേക്ക് എന്നായിരുന്നില്ലേ അവൻ്റെ പേര്? അങ്ങനെ അവർ ഓരോന്ന് വന്ന് ചീഫിനോട് ചോദിക്കും. അപ്പോൾ ചീഫ്, അതവനൊന്നല്ല ചെയ്തേ. അമ്മൂമ്മ പിന്നെ, ഇല്ല അവനെയല്ലേ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ചീഫ് പറയാം, നിങ്ങളത് നിർത്ത്, അവനൊന്നല്ല ചെയ്തത്, ഞാനല്ലേ പറയണത്. ഇതൊക്കെ കേട്ടിരിക്കുന്ന ഡോൺ ഷേക്ക് വീണ്ടും ഫുഡിന് ചോദിക്കും അമ്മൂമ്മേൻ്റെ അടുത്ത്. പാവ അമ്മൂമ്മ അവനവിടെ ഇരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ലേ. ഇപ്പോഴാണ് അവരത് കാണുന്നത്. അയ്യോ, ആള് കുറച്ച് സൈഡായി. ദൈവമേ, ഇവൻ്റെ മുന്നിലിരുന്നാണോ ഞാൻ ഇതൊക്കെ പറഞ്ഞേ? അങ്ങനെ ഒന്നും പറയാതെ അമ്മൂമ്മ അവിടുന്ന് പോകും. ചീഫിനാണെങ്കിൽ ഇതൊക്കെ കേട്ട് മൂടൊക്കെ പോയി. പോവാം, മതിയാക്ക് എന്ന് പറയാം. അപ്പോൾ ഡോൺ ഷേക്ക്, എനിക്ക് വിശന്നിട്ട് പാടില്ല. അല്ല ജുവോൻ, നീ നിനക്ക് ഫുഡ് വേണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇത് ഞാൻ കഴിച്ചോളാം എന്നും പറഞ്ഞ് അവൻ്റെ ഫുഡ് എടുത്ത് കഴിക്കും. ജുവോൺ ആണെങ്കിൽ ഇതൊക്കെ കണ്ട് ഒന്നും പറയാതെ ഇവരുടെ ഒക്കെ എക്സ്പ്രഷൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. ചീഫ് ഡോൺ ഷേക്കിനോട് എന്തേലും ആക്കുമെന്നും പറഞ്ഞ് പുറത്തോട്ട് പോകും. ഇപ്പോൾ അവിടെ ഡോൺ ഷേക്കും ജുവോനും മാത്രമേ ഉള്ളൂ. ഡോൺ ഷേക്ക് ജുവോനാണ്, നീ എന്ത് കാണാൻ നിൽക്കുക? ഫുഡോ കഴിക്കണില്ല, ഇതൊക്കെ കൊണ്ട് രസിച്ചിരിക്കുക അല്ലേ? അപ്പോൾ ജുവോൻ, അല്ല നിങ്ങളല്ലേ പറഞ്ഞേ പാർട്ട്നേഴ്സായി എപ്പോഴും കൂടെ ഉണ്ടാവണം, ദാറ്റ്സ് വൈ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കണേ. ഓ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ. ഫുഡൊക്കെ കഴിച്ച് ഡോൺ ഷേക്ക് വീട്ടിൽ തിരിച്ചെത്തി. വീട്ടിലേക്ക് കയറുന്ന വഴിക്ക് വർഷങ്ങൾക്ക് മുന്നേ തന്നെ പോലീസ് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടി വന്നതും അനിയത്തിയുടെ വിരലുകൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചെടുത്ത് കൊണ്ടുപോയി ചോദ്യം ചോദിക്കുന്നതും ഒക്കെ അവൻ ഓർക്കാണ്. ഇവിടെ ഒരു ഫ്ലാഷ് ബാക്കാണ്. പോലീസ് അവനോട്, നീ ജൂസുവനെ കൊന്ന പോലെ തന്നെയല്ലേ നിന്റെ ട്വിൻ സിസ്റ്ററേയും കൊന്നേ? അതിനുശേഷമല്ലേ അവളുടെ വിരലുകളൊക്കെ ഇവിടെ കൊണ്ടുവന്നേ വെച്ചേന്ന് ചോദിക്കും. ഇതൊക്കെ ചോദിക്കുമ്പോഴും അവൻ്റെ മുന്നിൽ യുവൻ്റെ വിരലുകൾക്ക് പകരം ഡമ്മി വിരലുകൾ വെച്ചാൽ ചോദിക്കുക. അപ്പോൾ അവൻ പറയും, ഇതെൻ്റെ യുവൻ്റെ വിരലുകളല്ല, കാരണം അവളുടെ വിരലൊക്കെ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അതേസമയം ക്വസ്റ്റ്യൻ ചെയ്യുന്നിടത്ത് അവൻ്റെ അച്ഛനും അമ്മയും, മോനെ നീ അല്ലല്ലോ അത് ചെയ്തതെന്ന് പറ മോനെ എന്ന് കരഞ്ഞ് പറയണ്ട. അവിടുന്ന് കട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ആ അമ്മയുടെ അവസ്ഥ ആണ് കാണിക്കണേ. അവർക്ക് വയ്യ. അങ്ങനെ അമ്മയ്ക്ക് കൈയൊക്കെ തുടച്ചു കൊടുക്കുമ്പോൾ
ഞാൻ ചെയ്തോളാം, അങ്ങനെയല്ല ചെയ്യണ്ടേ, അങ്ങനെ ചെയ്താൽ വേദനിക്കുന്നു പറയുന്നത് കേൾക്കാം. ഇതൊക്കെ പറയുന്നത് ജിൻമൂക്കാണ്. ആൾക്ക് ചെറിയ ഡിസബിലിറ്റി ഉണ്ട്. ജിൻമൂക്ക് ഡോൺഷിക്കിൻ്റെ ഹാഫ് ബ്രദർ ആണെന്നും പറയാം. ഡോൺഷിക്കിൻ്റെ പാരൻസ് അവനെ കുറേ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം ആൾക്ക് ഒരു ചെറിയ ഗ്രോസറി സ്റ്റോർ ഉണ്ട്, മന്യാങ് ഗ്രോസറി. ജിൻമൂക്ക് അവനോട് താൻ ഓക്കെ അല്ലേ, ഇന്നലെ ബോഡി കിട്ടിയത് എന്ന് പറഞ്ഞ് ചോദിക്കാൻ പോകുന്ന സമയം ആ ചോദ്യം മുഴുവിപ്പിക്കാതെ ഡോൺഷിക്ക് അവനോട് ചോദിക്കും, നീ എന്തിനാ ആഴ്ചയിൽ ഒരു ദിവസം സ്റ്റോറൊക്കെ അടച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത്? ഞാനല്ലേ ഇതൊക്കെ ചെയ്യണ്ടേ, ഞാൻ പോലും ഇങ്ങനെയൊന്നും ചെയ്യണില്ല, അങ്ങനെ ഇരിക്കും നീ എന്തിനാ ഇത്ര എഫേർട്ട് എടുക്കണേ? അപ്പോൾ ജിൻമോക്ക്, അത് സാരില്ല, നിന്റെ പാരൻസ് ഇല്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ജീവിക്കില്ലായിരുന്നു, ഇതെൻ്റെയും കടമയാണ്. ഇങ്ങനെ നീ ഇവിടെ വന്ന് സമയം കളയുന്നതിന് പകരം നിനക്ക് മിൻജോങ്ങിനെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കൂടെ എന്ന് ചോദിക്കും ഡൂൺഷി. മിൻജോങ്ങിൻ്റെ പേര് കേട്ടതും ജിൻമു കുറച്ച് സങ്കടമാവും. എന്തേ അവളിപ്പോഴും വീട്ടിലേക്ക് വരുന്നില്ലേന്ന് ചോദിക്കും ഡൂൺഷി. ഉത്തരമൊന്നും വരാതെ കാണുമ്പോഴേ ആൾക്ക് മനസ്സിലാവും ഇല്ലയെന്ന്. അതറിഞ്ഞപ്പോൾ ഡൂൺഷിക്ക് പുറത്ത് വന്ന് അവളെ കോൾ ചെയ്യാൻ നോക്കും. അപ്പോൾ അതാ അവൻ്റെ ഫോണിൽ ഡോൺഷിക്കിൻ്റെ ഇറ്റേണൽ ലവ് എന്ന് പറഞ്ഞ് അവളുടെ ഫോൺ നമ്പർ സേവ് ചെയ്തത് കാണും. അവളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം, തൻ്റെ ഫോണെടുത്ത് കളിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ അവളെ വിളിക്കും, അറ്റൻഡ് ചെയ്യില്ല. കോള് നേരെ വോയിസ് മെയിലിലേക്കാണ് പോവുക. അങ്ങനെ ഡോൺഷിക്ക് അവളോട് വോയിസ് മെയിലിൽ നീ നിൻ്റെ അച്ഛനോട് അസൈൻമെൻറ്റ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കള്ളം പറയുന്നതൊക്കെ നിർത്തി വേഗം വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടും, ഇല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ ക്ലബ്ബും അരിച്ചു പെറുക്കി നിന്നെ ഞാൻ കൊണ്ടുവരും, പിന്നെ ഇനി എൻ്റെ ഫോൺ എടുത്ത് കളിച്ചാൽ നിൻ്റെ വിരൽ ഞാൻ. അത് പറഞ്ഞ് പാതിയാവുമ്പോൾ ഡോൺഷിക്ക് സ്റ്റക്കാവും. അവന് തന്നെ എന്തോ പോലെ തോന്നും. ശേഷം അവളുടെ അടുത്ത് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറയും. നെക്സ്റ്റ് സീനിൽ കാണുന്നത് ഇൻസ്പെക്ടർ പാർക്ക് ജൻചെ, ഡോൺഷിക്കിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെ അമ്മയാണ്. അവർ മുഞ്ചു സിറ്റിയിലെ ഇപ്പോഴുള്ള കൗൺസിൽ വുമണാണ്, കൂടാതെ നെക്സ്റ്റ് മേയർ ആവാൻ മത്സരിക്കാൻ പോകുന്ന കാൻഡിഡേറ്റ്. അവർക്ക് എന്തൊക്കെയോ പ്ലാൻസ് ഉണ്ട്, നാടിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, അങ്ങനെ പലതും. അതിനുവേണ്ടി അവർ നാടിനെ ക്രൈം ഫ്രീ ആക്കാൻ കഷ്ടപ്പെട്ട് നടക്കുമ്പോഴാണ് ഈ ബോഡി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ദേഷ്യമുണ്ട് അവർക്ക്. തൻ്റെ അമ്മ ഇങ്ങനെ ബഹളം ഉണ്ടാക്കണതൊക്കെ കേട്ട് ഒരറ്റത്തെ ഒരു പാവയെ പോലെ ഇരിക്കുകയാണ് ആളും ഇൻസ്പെക്ടറാണല്ലോ. അപ്പോൾ അവന് ബോഡി ആരാതാണെന്ന് അറിയുമെന്ന് ചോദിക്കും അമ്മ. ഇല്ല അമ്മ, ഞാൻ വേറെ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ, അറിയില്ല, എന്തായാലും ടീം അന്വേഷിക്കുന്നുണ്ടെന്ന് പറയും അവൻ. ഒരു പക്ഷേ ഇത് 20 വർഷം മുന്നേ നടന്ന കേസ് ആണെങ്കിൽ അമ്മയ്ക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല, മറിച്ചാണെങ്കിലോ എന്താകും എന്ന് പറഞ്ഞ് ചെയറിൽ ചുറ്റി കളിക്കുക മോനെ. എന്തെന്ന് എനിക്കൊരു സീരിയസ്നെസ് ഇല്ലാത്ത എന്ന് പറയാം അമ്മ. അപ്പോൾ അവൻ തിരിച്ച്, നിങ്ങളല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത് എല്ലാം ഈസി ആയിട്ട് എടുത്ത് ജീവിക്കാൻ. സ്ട്രേഞ്ച് കെമിസ്ട്രി ആണെന്ന് തോന്നുന്നു രണ്ടുപേർക്കും ഇടയിൽ. ലെറ്റ്സ് സീ. നെക്സ്റ്റ് സീനിൽ ജിഹ്വ ഫോറൻസിക്കിലുള്ള ഒരു ലേഡി ഓഫീസറിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ആക്ച്വലി അവർ അങ്ങോട്ട് വരാൻ പറഞ്ഞതാണെന്ന് തോന്നുന്നു, എന്തോ ക്ലൂ ഷെയർ ചെയ്യാൻ വേണ്ടി. അവർ പറയും ബോഡിക്ക് 8 മാസത്തിൽ താഴെ പഴക്കമുള്ളൂ. ആ ബോഡിയിലുണ്ടായ ഷൂസ് അത് ഈ വർഷത്തെ ലിമിറ്റഡ് എഡിഷൻ ഷൂസാണ്. പിന്നെ ഇംപ്രിൻസ് വെച്ച് നോക്കുമ്പോൾ അത് ആ വിക്ടിമിൻ്റെ തന്നെയാണെന്ന് ഉറപ്പിക്കാം. ഇത്രയും കാലം മണ്ണിലടിയിലുണ്ടായിട്ടും അവരുടെ ഷൂസ് നല്ല ക്ലീൻ ആണല്ലോ എന്ന് ജിഹ്വ ചോദിക്കും. അപ്പോൾ ലേഡി ഓഫീസർ, നിങ്ങൾ കണ്ടിരുന്നതല്ലേ, ബോഡിയുടെ കാൽ പ്ലാസ്റ്റിക് വെച്ച് ഫുൾ കവേർഡായിരുന്നു. അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കവറിനുള്ളിൽ ഒരു തരി പോലും മണ്ണുണ്ടായിരുന്നില്ല. ഇത് വെച്ച് നോക്കുമ്പോൾ കാല് കവർ ചെയ്യുന്നതിന് മുന്നേ ഷൂസ് ശരിക്കും വൃത്തിയാക്കിയിരുന്നു. പോരാതെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന പോലെയാണ് കാല് കെട്ടി വീശിരുന്നത്. അത്രയ്ക്കും ഭംഗിയായി ചെയ്തവൻ ആരായാലും ഒരു സൈക്കോ ആണെന്നതിൽ ഒരു സംശയമില്ലാന്ന് ഓഫീസർ പറയും. അവിടുന്ന് കട്ട് ചെയ്താ ഡോൺഷിക്ക്, ഡുവോൻ പാർട്ട്നേഴ്സ് രണ്ടുപേരും മഴയത്തെ കാറിൽ പെട്രോളിങ്ങിന് പോവാണ്. പോകുന്ന വഴിക്ക് ആ മഴയത്ത് ആരോ റോഡിലിരിക്കുന്ന അവർ കാണും. അതിനെ കാർ നിർത്തി അവർ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, മെൻ്റലി വലിയ വളർച്ചയില്ലാന്ന് തോന്നുന്നു കുട്ടിക്ക്. അങ്ങനെ ജുവോൻ അവൻ്റെ അടുത്ത് പോയി എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ ആളെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും. എന്നാൽ ഡോൺഷിക്ക് വളരെ സൗമ്യമായിട്ട് ആ കൊച്ചിനോട് എന്താ പേര്, എവിടുന്നാന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടി സമാധാനമായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ആ കൊച്ചിൻ്റെ കാലിൽ ഷൂസ് കയറിയത് കണ്ട് ഡോൺഷിക്ക് അവൻ്റെ കാലിലുള്ള ഷൂസ് ആ കൊച്ചിനിട്ട് കൊടുക്കും. പിന്നീട് അവൻ കൊച്ചി വഴിതെറ്റി വന്നാണെന്ന് മനസ്സിലാക്കി ജുവോൻ്റെ അടുത്ത് കൊച്ചിൻ്റെ കയ്യിലുണ്ടായ ഫോണിൽ അവൻ്റെ അമ്മയെ വിളിച്ചറിയിക്കാൻ പറയും. ജുവോനാണെങ്കിൽ വാ പോലീസ് സ്റ്റേഷനിൽ പോകാലോ എന്ന് പറഞ്ഞ് ആ കൊച്ചിനെ കാറിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അവൻ പോലീസിനെ കേട്ടതും പേടിച്ച് റോഡിൽ നിന്ന് എടുത്ത് ചാടാൻ തുനിയും. ഇത് കണ്ട് വീണ്ടും ഡോൺഷിക്ക് കൊച്ചിനെ സമാധാനിപ്പിച്ച്, ഇല്ല നമ്മൾ എവിടെയും പോകണില്ല,
അമ്മ വരട്ടെ എന്ന് കൊച്ചിന് പറഞ്ഞ് മനസ്സിലാക്കും. പിന്നീട് ജുവോൻ കാറിൽ നിന്ന് അവർക്ക് കൊടയും ഡൂൺഷിക്കിന് കാലിലിടാൻ പ്ലാസ്റ്റിക് ഷൂവും എടുത്തുകൊണ്ടുവരും. ഇത്രയും കെയറോന്ന് ഡൂൺഷിക്ക് ചിന്തിക്കുമ്പോൾ ജുവോൻ പറയാം, എന്തേ എൻ്റെ ഷൂസ് തരാൻ പറ്റില്ല എനിക്ക്? അതും പറഞ്ഞ് റെയിൻകോട്ട് വാങ്ങാൻ പോകും. തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഡൂൺഷിക്ക് അവൻ കൊടുത്ത പ്ലാസ്റ്റിക് ഷൂസ് ഒന്നും ഇടാതെ വെറും കാലിൽ ആ മഴയത്ത് കൊച്ചിനെ കൊട പിടിച്ച് കൊടുത്ത് അതിൻ്റെ സന്തോഷം കണ്ടു ചിരിക്കുന്നതാണ്. ഇത് കണ്ട് ജുവോന് തോന്നും, ഇങ്ങനെയുള്ള ആളെങ്ങനെയായി ഈ കൊലപാതകമൊക്കെ ചെയ്യാം, ഇയാളെ കൊണ്ട് അതൊക്കെ പറ്റുമെന്ന്. ശേഷം രാത്രി മഞ്ഞാൻ ബുച്ച ഷോപ്പിൽ പതിവ് പോലെ ഡൂൺഷിക്ക്, പാക് ജൻജെ, ഓഫീസറോ, ജീഹ്വ, ജെയി ഒക്കെ ഡിന്നർ കഴിക്കുക. ഇന്ന് സംസാര വിഷയം അവർക്ക് ഫീൽഡിൽ നിന്ന് കിട്ടിയ ഡെഡ് ബോഡിയാണ്. ജീഹ്വ ഡൂൺഷിക്കിനോട് പറയാം, ആ ബോഡി യുവൻ്റെതല്ല, മറിച്ച് അതിന് വെറും 8 മാസത്തെ പഴക്കമേ ഉള്ളൂ എന്ന്. ആക്ച്വലി അത് യുവൻ അല്ല എന്ന് ഡൂൺഷിക്കിന് മുന്നേ തോന്നിയിരുന്നു. കാരണം ആ ബോഡി ജുഹോനുമായി എന്തോ ബന്ധമുള്ള ആരോ ആണ്. പിന്നീട് ജയ് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ 20 വർഷം മുന്നേ ഉള്ള കില്ലർ വീണ്ടും കൊലപാതകം തുടങ്ങിയെന്നാണോ? അപ്പോൾ ഓഫീസർ റൂ പറയും, എന്തുകൊണ്ട് ഇതൊരു കോപ്പി ക്യാറ്റ് കില്ലിംഗ് ആയിക്കൂടാ, ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ച് അതുപോലെ കോപ്പി ചെയ്തതായിരിക്കില്ലേന്ന്. പക്ഷേ ചേച്ചി ജീഹ്വ അത് എതിർക്കും. കാരണം മീഡിയക്ക് ഒരിക്കലും ഫുൾ ഡീറ്റെയിൽസ് പോലീസ് റിവീൽ ചെയ്തിട്ടില്ല. അങ്ങനെയിരിക്കെ ജോസ് യുവന്റെ കേസിന്റെ തനി പകർപ്പ് എങ്ങനെയാണ് വീണ്ടും ഉണ്ടാകുക? അപ്പോൾ 20 വർഷത്തിന് ശേഷം അയാൾ വീണ്ടും ഒരു കൊലപാതകം ചെയ്തു എന്നാണോ എന്ന് അവൻ വീണ്ടും ചോദിക്കും. ഇത് ഒരേ ആളാണ് ചെയ്തതെങ്കിൽ ഈ കണ്ടുകിട്ട ബോഡി ആയിരിക്കില്ല അയാളുടെ ആദ്യത്തെ വിക്ടിം. വേറെയും വിക്ടിംസ് ഉണ്ടായിരിക്കാമെന്ന് ഇൻസ്പെക്ടർ പാർക്ക് തൻ്റെ അസംഷൻസ് അവരുടെ അടുത്ത് ഷെയർ ചെയ്യും. ഇതിനെപ്പറ്റി ഇനി എന്തെങ്കിലും ക്ലൂ കിട്ടണമെങ്കിൽ ആ വിക്ടിമിൻ്റെ ഐഡന്റിറ്റി മനസ്സിലാക്കിയേ പറ്റുള്ളൂ. കട്ട് ചെയ്ത ജോൺ ഈസ് ഹാവിങ് എ ചാറ്റ് വിത്ത് ഹിസ് ഡാഡ്. ആ ബോഡി അവിടെ ഉണ്ടാകും എന്ന് അറിഞ്ഞാണോ നീ ആ സീനിൽ പോയത്? അല്ല, അത് വെറും കോയിൻസിഡൻസ് ആയിരുന്നു. കോയിൻസിഡൻസ്? അങ്ങനെ പറഞ്ഞ് അവനെ നോക്കുമ്പോൾ അവൻ പറയും, പിന്നെ നിങ്ങൾ നോക്കുന്ന കണ്ട ഞാൻ ആ സ്ത്രീയെ കൊന്നവിടെ കുഴിച്ചിട്ടു എന്നല്ലേ? ഞാൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിയാ, ഞാൻ അവളെ ഒരു കരുവാക്കി. ഞാൻ ചെയ്ത ഒരു സ്റ്റിങ് ഓപ്പറേഷന് വേണ്ടി. പക്ഷേ അവരവിടെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ അവരെ കണ്ടിട്ടില്ല. അവൻ പറഞ്ഞതൊക്കെ കേട്ട് ഡാഡ് പറയും, ഇനി എത്രയൊക്കെ NFS തെരഞ്ഞാലും അവർക്ക് ആ മരിച്ച സ്ത്രീയുടെ ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ഒരു കോപ്പി ക്യാറ്റ് ക്രൈം എന്നും പറഞ്ഞ് കോൾ കേസിന്റെ കൂടെ ചേർത്ത് ക്ലോസ് ചെയ്യും അവർ. അതുകൊണ്ട് നീ ഈ ക്രിട്ടിക്കൽ ടൈമിൽ വെറുതെ വേണ്ടാത്ത പണിയൊന്നും ആക്കി വെക്കണ്ട. ഇത് അതിന്റെ പാട്ടിന് വിട്ടേ. ആരും അറിയില്ല അവൾ ആരാന്ന്, അവൾ ആരൊക്കെയാണ് മരിക്കുന്നതിന് മുമ്പ് കണ്ടതെന്നൊക്കെ. നീ ആയിട്ട് പറയുന്നവരെ ആരും ഒന്നും അറിയില്ല. അതങ്ങ് മറന്നേ. ഇതൊന്നും ജോൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. പക്ഷേ അച്ഛൻ പറയുന്നത് മാത്രമേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് 2 പേർക്കും പ്രോബ്ലം ആകും. നെക്സ്റ്റ് സീനിൽ ജുവോൻ പാക് ജൻജെ ഇൻചാർജ് ആയിട്ടുള്ള എവിഡൻസ് റൂമിൽ വന്ന് യുവോന്റെ കേസ് ഫയൽസ് ചോദിക്കുവാണ്. നോക്കുമ്പോൾ അത് ആ എവിഡൻസ് റൂമിലില്ല. ഈവൻ ജൂസുവന്റെ കേസ് ഫയൽസ് മിസ്സിംഗ് ആണ്. ഇതൊക്കെ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഇൻസ്പെക്ടർ പാക് ഞെട്ടും. 2 കേസിൻ്റെയും ഫ്രണ്ട് പേജ് ഒഴികെ ബാക്കിയൊക്കെ മിസ്സിംഗ് ആണ്. ഒരു നിമിഷം ആലോചിച്ച് ഇൻസ്പെക്ടർ പാർക്ക് പറയും, ഓ ശരിയാ, ഞാൻ പറയാൻ വിട്ടു. പഴയ മിക്ക ഫയൽസും സ്റ്റേഷൻ മാറുമ്പോൾ മിസ്സായി. പിന്നെ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു ഇടയിൽ. അപ്പോൾ അങ്ങനെയും കുറച്ച് ഫയൽസ് നശിച്ചു. ഓക്കെ, നിങ്ങൾ പറഞ്ഞ പോലെ മിസ്സായി അല്ല കത്തിപ്പോയെങ്കിൽ ഹോൾ ഫയൽസ് മിസ്സാവണ്ടേ? ഇതിപ്പോൾ ഫ്രണ്ട് പേജും ഫയലും ഉണ്ടല്ലോ, ബാക്കിയുള്ള പേജസ് മാത്രമല്ലേ മിസ്സായത്. അതെങ്ങനെ അങ്ങനെ നടക്കുക? ഇങ്ങനെ ഒരു സീരിയസ്നെസ് ഇല്ലാതെയാണോ ഒരു ഇൻസ്പെക്ടർ ഇരിക്കേണ്ടതെന്ന് ജോൺ ചോദിക്കും. ഓക്കെ ലിസൺ, ഇതാ കണ്ടോ അവിടെ ഫയൽ ബോക്സസ് ഒക്കെ കൂട്ടി വെച്ചിരിക്കുന്നത്. അതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള ഫയൽസാണ്, ഡേറ്റാബേസിൽ ടൈപ്പ് ചെയ്യേണ്ട ഫയൽസ്. പക്ഷെ അതൊന്നും ഇതുവരെ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. യു നോ വൈ? ബിക്കോസ് ഞങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന കേസ് പോലും ടൈപ്പ് ചെയ്ത് വെക്കാൻ പറ്റണില്ല. അത്രയ്ക്കും കേസാണ് ഡേ ബൈ ഡേ നടക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ 20 വർഷം മുന്നേ ഉള്ള ഫയൽസിൻ്റെ കാര്യം പറയാനുണ്ടോ? ഇൻസ്പെക്ടർ പാക്കിനോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ജോൺ എവിഡൻസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങും. അങ്ങനെ ഫയൽസിൽ ആകെ ഉണ്ടായ ഷീറ്റ്സിൻ്റെ ഫോട്ടോ താൻ ഫോണിലെടുത്തത് വീണ്ടും നോക്കുമ്പോഴാണ് 2 കേസിൻ്റെയും അന്നത്തെ ഇൻചാർജ് ചീഫ് നാൻ സംബെ ആയിരുന്ന കാര്യം ജോൺ കാണുന്നത്. അത് കണ്ട് ഷോക്കായിരിക്കുന്ന അതേ നിമിഷം ചീഫിൻ്റെ പക്കൽ നിന്ന് അവന് ഫോൺ വീഴും. നീ എന്താ അവിടെ മുഞ്ചു സ്റ്റേഷനിൽ ചെയ്യുന്നതെന്നും പറഞ്ഞ്. കട്ട് ചെയ്ത മഞ്ഞാൻ സ്റ്റേഷനിൽ ചീഫ് ജോൻ്റെ അടുത്ത്, നീ ഞെട്ടിയോ ഞാൻ മുഞ്ചു സ്റ്റേഷനിൽ എന്താ നീ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ? ഇൻസ്പെക്ടർ പാർക്ക് പറഞ്ഞു കാണും അല്ലേ? അവരെങ്ങനെയുള്ള ആളല്ല. യു ഗോട്ട് മീ റോങ് ബ്രോ. ഡൂൺഷിക്ക് നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ഈ ടൗണിൽ ഒരു സീക്രറ്റ്സും നടക്കില്ല എന്ന്? അപ്പം അവൻ ചീഫിനോട് ചോദിക്കും, 20 വർഷം മുന്നേ നിങ്ങളല്ലേ ഡൂൺഷിക്കിനെ ജൂസുവൻ മർഡർ കേസിൽ സസ്പെക്റ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്തത്? നിങ്ങളന്ന് അറസ്റ്റ് ചെയ്ത ആളിപ്പോൾ നിങ്ങളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നു. അതെ, ലൈഫ് അങ്ങനെയാണ് കുട്ടിയെ.
നാളെ എന്താ നടക്കാൻ ആർക്കും പറയാൻ പറ്റില്ല. അതിന് ഇതറിയാനാണോ നീ ഇവിടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നേ? പിന്നെ നിനക്ക് ഇങ്ങനെയും ചിലപ്പോൾ തോന്നിക്കാണും, എനിക്ക് ഡോൺഷിക്കിനോട് എന്തോ സോഫ്റ്റ് കോർണർ ഉള്ളതായിട്ട്, അല്ലേ? എന്താ കേട്ടോ, എനിക്ക് അവനെ തീരെ ഇഷ്ടമല്ല. ഇൻഫാക്ട് ഐ എം സിക്ക് ഓഫ് ഹിം. പക്ഷെ അവൻ മെൻ്റലി സ്റ്റേബിൾ അല്ല. നീ തന്നെ കണ്ടിരിക്കൂലേ അവൻ മറ്റുള്ളവരെ സ്വന്തം ആരോഗ്യം പോലെ നോക്കാതെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇന്നലെ തന്നെ ആ കൊച്ചിന് അമ്മയും കാത്ത് 5-6 മണിക്കൂറാണ് മഴയത്ത് നിന്നത്. ജോലിയോടുള്ള ആത്മാർത്ഥതയെന്ന് വിചാരിച്ചോ നീ? അല്ല, അവൻ ഫുള്ളി മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണ്. വിഷമങ്ങളൊക്കെ ഉള്ളിൽ അടക്കി പുറത്തൊരു ഭ്രാന്തനെ പോലെ നടക്കുവാണ്. അവൻ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു എനിക്ക്. അനിയത്തിൻ്റെ മിസ്സിങ്, അത് കഴിഞ്ഞ് അവൻ്റെ അച്ഛനെ മരണം, മോളെ കാണാഞ്ഞ് മഞ്ഞിൽ കാത്ത് കാതെ നിന്നാണ് മരിച്ചത്. പാവം. ആ മരണം കണ്ട് തളർന്നു പോയ അമ്മ. അപ്പോഴൊന്നും അവൻ നാട്ടിലുണ്ടായിരുന്നില്ല. കാരണം അവനെ എപ്പോഴും ഈ നാട്ടുകാർ ഒരു സസ്പെക്റ്റ് ആയിട്ടേ കണ്ടിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവൻ ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വന്നത്. ഇപ്പം ഞാനിതൊക്കെ എന്താ നിന്നോട് പറയുന്നതെന്നല്ലേ? നമ്മളെപ്പോലെ അധികാരത്തിലിരിക്കുന്നവർ ഒരു തെറ്റായ തീരുമാനം എടുത്താൽ അതെത്രമാത്രം ഒരാളെ ഇല്ലാതാക്കുന്ന അറിയാൻ വേണ്ടിയാണ്. അതാണ് ഞാൻ അവനോട് ചെയ്തത്. അടുത്ത സീനിൽ ഡോൺഷെ അവൻ മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാണ്. ആ സമയത്ത് അവന് കാലിന് പെട്ടെന്ന് വേദന തുടങ്ങും. ഇത് ആക്ച്വലി പലപ്പോഴായിട്ട് ആൾക്ക് ഉണ്ടാകുന്നതാണ്. എല്ലാ തവണത്തെയും പോലെ മരുന്ന് കഴിക്കും. തൻ്റെ ഇൻഫ്ലുവൻസ് വെച്ച് ഡെഡ് ബോഡിയെ പറ്റി വല്ല തുമ്പും കിട്ടുമെന്ന് അന്വേഷിക്കാൻ വന്നതാണ് ഇവിടെ. അന്വേഷിച്ച് വന്നപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഭയങ്കര സീക്രട്ട് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതും വലിയ വലിയ പുള്ളികളാണ് ഇൻവോൾവ്. കൂടാതെ ഇൻസ്പെക്ടർ ജുവോൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് മന്നയിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നത്. ട്രാൻസ്ഫർ ആവുന്നതിന് മുന്നേ ഇല്ലീഗലായിട്ടുള്ള കുടിയേറ്റക്കാരുടെ കേസായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്. കേസ് നിസാരമല്ല, സീരിയൽ മർഡർ കേസാണ്. വിക്ടിംസ് എല്ലാം സ്ത്രീകൾ, എല്ലാം ഇല്ലീഗൽ ഇമിഗ്രൻസ്. ശേഷം ഹാൻ ജുവോൻ അവൻ്റെ ഫ്ലാറ്റിൽ മരിച്ച സ്ത്രീയുടെ ഫോട്ടോ അവൻ കളക്ട് ചെയ്ത് വെച്ച് എവിഡൻസിൽ ആഡ് ചെയ്യും. വിക്ടിം 6 എന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ട് സൈഡിൽ എപ്പിസോഡ് 1 കണ്ട പോലെ ഡൂൺഷിക്കിൻ്റെയും മഞ്ഞാങ് ബുച്ച ഷോപ്പിൻ്റെയും ഫോട്ടോസ് ഉണ്ടാവും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവന് ഡാഡിയുടെ കോൾ വരും. നിന്നോടല്ലേ പ്രശ്നത്തിനൊന്നും പോകണ്ടെന്ന് പറഞ്ഞത്? ഇതിപ്പോൾ കണ്ടില്ലേ, നിന്നെക്കുറിച്ച് ഇവിടെ ആരൊക്കെയോ ചോദിച്ചറിയുന്നുണ്ട്. ആരായിന്ന് കേട്ടതും ജോന് കാര്യം മനസ്സിലായി. ഡോൺഷെക്ക് രാത്രി ജോനെ പറ്റിയൊക്കെ ചോദിച്ചറിഞ്ഞ് ഡോൺഷെക്ക് അമ്മേനെ കാണാൻ ഹോസ്പിറ്റലിലെത്തും. അവിടെ ജിൻമുക്കുണ്ടാകും. അമ്മയ്ക്ക് കുറച്ച് ദിവസമായി സുഖമില്ല, അത് നോക്കാൻ വന്നതാണെന്ന് പറയും. അപ്പോൾ നീ ഇവിടെ വന്ന മിഞ്ചുനാണോ സ്റ്റോർ നോക്കുന്നത്? അത് കേട്ടതും ജിൻമു ഒന്നും പറയില്ല. അപ്പോൾ തന്നെ ഡോൺഷെക്കിന് മനസ്സിലാവും അവൾ ഇതുവരെ വീട്ടിലെത്തിയില്ല. അടുത്ത സെക്കൻഡിൽ ജിഹോക്ക് കോൾ ചെയ്യും. ഡോൺഷെക്കിൻ്റെ കോൾ എടുത്തതും അവൾ പറയും, ഇല്ലാടോ, ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ NFSന് കഴിഞ്ഞിട്ടില്ല. ആ അറിയാം. അതെങ്ങനെ അറിയാമെന്ന് അവൾ ചോദിക്കും. അതൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ നീ എനിക്ക് നിൻ്റെ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിലെ കണക്ഷൻസ് വെച്ച് ഒരാളുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് തരണം. കേസായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, പക്ഷെ നീ ചെയ്തു തന്നേ പറ്റുള്ളൂ. നിനക്കറിയില്ലേ ഇതൊക്കെ എഗെയിൻസ്റ്റ് ലോ ആണെന്ന്? കട്ട് ചെയ്താ മഞ്ഞാങ് ബുച്ച ഷോപ്പ്. അൺലൈക്ക് യൂഷ്വൽ ജെയും ഓഫീസോ ഓവും മാത്രമേ ഉള്ളൂ അവിടെ. അവർ നന്നായി പേടിച്ചിട്ടുണ്ട് ബോഡി കണ്ടിട്ട്. അപ്പോഴാണ് ഡോൺഷെക്ക് അവന് മിൻജോങ്ങിൻ്റെ ഫോട്ടോസ് അയച്ച് അവളുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറയുന്നത്. അങ്ങനെ ഡോൺഷെക്ക് ക്ലബിലെത്തി ബോധമില്ലാത്ത അവളെ അവിടുത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അടുത്ത ദിവസം രാവിലെ മിൻജോന് ഓഫീസിലെ സിറ്റിംഗ് ഏരിയയിൽ തന്നെ ഹാൻഡ് കഫ് ചെയ്ത് ലോക്കാക്കി വെച്ചിരിക്കുക. പതിവ് പോലെ ജിവോൺ ഓഫീസിലേക്ക് വരുമ്പോൾ കാണുന്നത് ഒരു ചെറിയ പെൺകുട്ടി കുടിച്ചു ബോധമൊന്നുമില്ലാതെ അതും ഇതൊക്കെ വിളിച്ചു പറയുന്നതാണ്. ഏയ് ഹാൻസം, ഇവിടെ പുതിയതാണോ? ഇങ്ങി വേടോ. ആരാ ഇത്? കുടിച്ചിട്ടാണോ ഉള്ളത്? ഗാർഡിയൻസിനെ വിളിച്ച് അറിയിച്ചില്ലേന്ന് അവൻ മറ്റു ഓഫീസേഴ്സിനോട് ചോദിക്കും. അതേസമയം ഡോൺഷെക്ക് ഓഫീസിലേക്ക് വരും. മിൻജോൻ പുലമ്പുന്നത് കേട്ട് ഡോൺഷെക്ക് അവളോട് പറയും, ഓയ് പാക് മിൻജോൻ, നിർത്തി മര്യാദയ്ക്ക്. ഡോൺഷെക്ക്, ഞാനത് അവനടുത്ത് വെറുതെ പറഞ്ഞതാ, ഞാൻ നിന്നെ ചീറ്റ് ചെയ്തിട്ടില്ല. മതി നിർത്ത്, ബോധം വരുന്നവരിവിടെ കിടക്ക് എന്നും പറഞ്ഞ് അവൻ ബ്ലാങ്കറ്റ് വിരിച്ചു കൊടുക്കും. ഇതൊക്കെ കാണുന്ന ജിവോൻ എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ള ഭാവത്തിലാണ്. ഇന്ന് പെട്രോളിങ്ങിന് ജിവോന്റെ കൂടെ ഓഫീസർ ഓ ആണ് പോകുന്നത്. കാരണം ഡോൺഷെക്കിന് മിൻജോന്റെ കാര്യം നോക്കണം. അവൾ ആകെ ഡോൺഷെക്ക് പറയുന്നത് കേൾക്കുള്ളൂ എന്ന് ഓഫീസർ ഓ പറയും. അപ്പോൾ ജിവോൻ, ആരാ അത്? ഡോൺഷെക്കിന്റെ ഗേൾ ഫ്രണ്ട് ആണോ? ആ ബെസ്റ്റ്, ഡോൺഷെക്ക് കേൾക്കണ്ട. ഓർക്കുന്നുണ്ടോ ജിൻമുക്ക്, മന്യാങ് ഗ്രൂസറിയുടെ ഓണർ? മിൻജോങ് അയാളുടെ മകളാണ്. ജിൻമുക്ക് ഒരു അനാഥനാണ്. ഡോൺഷെക്കിന്റെ അച്ഛനും അമ്മയാണ് അവനെ നോക്കിയത്. അവൻ പോണ വഴിക്ക് ജിൻമുക്കിന്റെ സ്റ്റോറിൻ്റെ അടുത്ത് വണ്ടി നിർത്തും.
ശേഷം പറയും ഇതാണ് മഞ്ഞാൻ ഗ്രോസറി സ്റ്റോർ. കാറിൽ ലീ ആണെന്ന് കരുതി ജിമ്മ് കൂടി വരും. ഇന്ന് ഡോൺചിക്കിന് കുറച്ച് തിരക്കാണ്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുമാണ് പെട്രോളിങ്ങിന് പോണേന്ന് ഓഫീസർ റോ പറഞ്ഞതും അവരെ വിഷ് ചെയ്ത് ആള് സ്റ്റോറിലേക്ക് തിരിച്ചു നടക്കും. അല്ല, അവരുടെ മോളെ പറ്റി ഒന്നും പറയണില്ല അയാളുടെ അടുത്ത്. അപ്പോൾ തിരിച്ച് ഓഫീസറോ വേണ്ട, അതിന് സങ്കടാവും. അയാളൊരു പാവാണ്, ആരെയും കണ്ണിൽ പോലും നോക്കാൻ പറ്റില്ല അയാൾക്ക്. അമ്മയില്ലാതെയാണ് അയാള് മിഞ്ചോങ്ങിനെ നോക്കിയത്. അവള് കുഞ്ഞായിരിക്കുമ്പോഴേ ആ സ്ത്രീ നാട് വിട്ടുപോയി. പക്ഷെ ഇപ്പോഴും ജിൻമോക്കിന് ഭാര്യ എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. ആ സ്ത്രീയുടെ ഫോട്ടോ ഇപ്പോഴും ഒരു മണ്ടനെ പോലെ അയാൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൂൺചെക് മിഞ്ചോങ്ങിന് ഒരച്ഛൻ്റെയും അമ്മേൻ്റെയും സ്ഥാനത്താണ് നോക്കുന്നത്. അപ്പോൾ ജോൺ ചോദിക്കും, ഈ ടൗൺ മൊത്തം ഡെഡ് ബോഡി കണ്ട് വരച്ചിരിക്കുമ്പോഴാണോ ഡൂൺചെക്കിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ? അപ്പോൾ ഓഫീസർ റോ പറയാം ഡൂൺചെക്ക് അങ്ങനെയാണ്. കട്ട് ചെയ്ത പോലീസ് സ്റ്റേഷനിൽ റൂമിൽ ഉറങ്ങുന്ന മിഞ്ചോങ്ങിനെ കാണും. അവിടേക്ക് മിഞ്ചോങ്ങിനുള്ള ഭക്ഷണം എടുത്തിട്ട് പോവാണ് ഡൂൺചെക്ക്. എന്നിട്ട് പറയും നെയിൽ പോളിഷൊക്കെ കളഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവാൻ. അപ്പോൾ അവള് അച്ഛനോട് പറയണ്ട ഞാനിവിടെ ഉള്ള കാര്യം എന്ന് പറയും. അന്ന് രാത്രി എല്ലാവരും സംസാരിച്ചിരിക്കുവാണ്. അപ്പോൾ ചീഫ് നാം ഓടി വന്ന് TV വെക്കാൻ പറയും. കാര്യം ഒരു കേസിന്റെ വിധി വരുന്ന ദിവസമാണിന്ന്. ബുസാൻ മിസ്സിംഗ് കേസ്. കുറച്ച് നാളായി ഒരു പെൺകുട്ടിയെ കാണാതായിട്ട്. 2 ദിവസം മുന്നേ അവളുടെ ബോയ് ഫ്രണ്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ അയാളെ ഇന്ന് കോടതി റിലീസ് ചെയ്തു എവിഡൻസിന്റെ അഭാവത്തിൽ. പ്രധാന റീസൺ ആ കുട്ടിയുടെ ബോഡി കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നാണ്. അങ്ങനെ ആ ന്യൂസ് എല്ലാവരും കാണുന്ന സമയത്ത് മിഞ്ചോ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവും. ഇതൊന്നും അറിയാതിരിക്കുന്ന ഡൂൺചെക്കിനോട് കുറച്ച് കഴിഞ്ഞ് ചീഫ് വന്ന് പറയും മിഞ്ചോനെ നീ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഓക്കെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് നടക്കുന്ന വഴി അവളുടെ വീടിന്റെ കീ താഴെ വീണത് ഡൂൺചെക്ക് കാണും. അവൾ അവിടെ നിന്ന് ഇറങ്ങി എന്നുള്ളത് ആൾക്ക് മനസ്സിലാവും. ഉടനെ അവളെ വിളിക്കും, നീ എവിടെ ഉള്ളത്? ശരിക്കും പറഞ്ഞ ആൾ എവിടെയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾ പറയും ഞാൻ വീട്ടിലുണ്ട്, അച്ഛൻ കാണാതെ വീട്ടിലേക്ക് കയറിയത്. അപ്പോൾ ഡൂൺചെക്ക് ഓക്കെ ഇല്ലാതാണോ നീ വീട്ടിൽ കയറിയത്? നോക്കണ്ട, സ്റ്റേഷനിൽ വെച്ച് നീ അത് മിസ്സാക്കി. അങ്ങനെ അവൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുവേ ആരെയോ അവൾ കാണും. ആളെ കണ്ടത് അവൾ ചിരിക്കുന്നുണ്ട്. സോ അവൾക്ക് അറിയുന്ന ആരുമാണ്. കട്ട് ചെയ്താ അവൾ എവിടെയോ കെട്ടിവെച്ചിരിക്കുന്നത് കാണാം. വായൊക്കെ മൂടിയിട്ടുണ്ട്. അലയറി വിളിക്കാൻ പോലും പറ്റാതെ അവൾ പേടിച്ചും മരണഭയത്തിൽ ഏതോ ടേബിളിന്റെ മേലെ കിടക്കുവാണ്. ശേഷം ഡൂൺചെക്ക് ടെൻഷനായിട്ട് വരുന്നത് കാണാം മഞ്ഞാൻ ബുച്ചർ ഷോപ്പിലേക്ക്. എല്ലാവരും അവിടെ ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും, ജീഹ്വ, ചിൻമു, ചേയി, അങ്ങനെ എല്ലാവരും. ഡൂൺചെക്കിന് എന്താ പറ്റിയെന്ന് അറിയില്ല. ബട്ട് ഹി ഈസ് ബീങ് സ്ട്രേഞ്ച്. അത് കഴിഞ്ഞ് ചീഫ് എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി പറയാം 4 ദിവസം മുന്നേ നമ്മളുടെ ടൗണിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടി. ആരാണെന്നോ ഒന്നും അറിയില്ല, ഇതുവരെ അറിയാനും പറ്റിയിട്ടില്ല. ഇനിയും നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു കൊലപാതകവും നടക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. എന്ത് വില കൊടുത്തും അത് തടയണമെന്ന് എല്ലാവരുടെ പറയാണ്. ഡിന്നറൊക്കെ കഴിഞ്ഞ് ഡൂൺചെക്ക് വീട്ടിലെത്തും. പക്ഷെ അവൻ അവിടെ എത്തുമ്പോഴേക്കും പാക് ജൻജയെ അവിടെ അവന് വെയിറ്റ് ചെയ്യുന്നത് കാണും. നീ എന്താ ഇവിടെ? നീ എവിടെ ആയിരുന്നു? ഞാൻ കുറച്ചു നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ നിന്നെ ശ്രദ്ധിച്ചിരുന്നു. ഡിന്നർ കഴിക്കാൻ വന്നപ്പോൾ നീ എന്തോ വിയേർഡായിട്ടാ പെരുമാറിയേ. എന്താ പറ്റി നിനക്ക്? അപ്പോൾ ഡൂൺചെക്ക് പറയും ഞാൻ ഒന്ന് നടക്കാൻ പോയതാ. പാർക്കാണെങ്കിൽ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം കാര്യം ഡൂൺചെക്കിനോട് ചോദിക്കും. ഡൂൺചെക്ക്, നീ എന്നോട് സത്യം പറ, നീ ഓഫീസിൽ നിന്ന് യുവൻ്റെയും ജ്യൂസിയോൻ്റെയും കേസ് ഫയൽസ് എടുത്തിരുന്നോ? തിരിച്ച് ഡൂൺചെക്ക്, ഞാൻ എന്തിനാ അതെടുക്കുന്നത്? പാക് അങ്ങനെ വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുമ്പോൾ അവൻ ഡൂൺചെക്കിനോട് പറയും ഞാനല്ലാതെ കാണാതായത് കണ്ടത് ഓഫീസർ ഹാൻ ജുവനാണ്. പാക് പോയി കഴിഞ്ഞ് ഡൂൺചെക്ക് ബേസ്മെന്റിലേക്ക് പോയി അവിടെ ചുമരിലൊട്ടിച്ചു വെച്ച പേപ്പേഴ്സൊക്കെ എടുത്തു മാറ്റി വെക്കും. അതൊക്കെയായിരുന്നു മിസ്സിംഗ് ആയ പേപ്പേഴ്സ്. അടുത്ത ദിവസം രാവിലെ ഡൂൺചെക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അതാ അവിടെ ജുവോൻ കാറിൽ അവനെ വെയിറ്റ് ചെയ്യണു. ഡൂൺചെക്കിനെ കണ്ടതും അവൻ പുറത്തിറങ്ങി വരും. താനെന്താ ഇവിടെ ഈ സമയത്ത്? ഇത് എൻ്റെ ജൂറിസ്ട്രിക്ഷനുള്ള സ്ഥലമല്ലേ, ഇവിടെ വരാൻ എനിക്ക് ആരുടെയും അനുവാദം വേണോ? ഓ അങ്ങനെ, എന്നാ പിന്നെ വാ, ഞാൻ നിനക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഡൂൺചെക്ക് അവനെയും കൂട്ടി നടക്കും. നടക്കുന്നതിനിടയിൽ ഡൂൺചെക്ക് അവനോട് പറയും നീ ഭാഗ്യമുള്ള ആളാണ്, കാരണം അടുത്ത് തന്നെ നീ വന്ന സ്ഥലത്തേക്ക് നിനക്ക് തിരിച്ചു പോകാൻ പറ്റും. അങ്ങനെ ഓരോ സ്ഥലവും കാണിച്ചു കൊടുത്ത് നടക്കുമ്പോൾ ഡൂൺചെക്ക് മാന്യ ഗ്രോസറി സ്റ്റോറിന് മുന്നിൽ എന്തോ കാണും. അടുത്തു പോയി നോക്കുമ്പോൾ അതാ യുവന്റെ വിരലുകൾ വെച്ച രീതിക്ക് വേറെയും 10 വിരലുകൾ.
ശരിക്കും നോക്കിയാൽ മനസ്സിലാകും അത് മിൻജുവാൻ്റെതാണ്. രണ്ടുപേരും ഷോക്കായി നിൽക്കുക. ജുവാൻ ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഡോൺഷിക് വിതുമ്പി കരയുന്നത് കാണും. അപ്പോൾ അവൻ ഇന്നലെ ഓഫീസർ റോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരും. ഡോൺഷിക്കിന് മിൻജുവാൻ മോളെ പോലെയാണെന്ന് പറഞ്ഞതൊക്കെ. അങ്ങനെ കരഞ്ഞു നിൽക്കുന്ന ഡോൺഷിക്കിനെ കാണിച്ച് കട്ട് ചെയ്താ രാത്രി ഹുഡിയിട്ട ഒരാൾ പതിയെ നടന്ന മാന്യം ഗ്രോസറി സ്റ്റോറിന് മുന്നിലുള്ള ടേബിളിൽ തൻ്റെ കയ്യിലുള്ള പാക്കറ്റിൽ നിന്ന് എന്തോ എടുത്തു വെക്കുന്നത്. അത് വേറൊന്നല്ല, മിൻജുവാൻ്റെ വിരലുകളാണ്. അങ്ങനെ ക്യാമറ മൂവ് ചെയ്ത് ആളുടെ മുഖം കാണിക്കുമ്പോൾ വാട്ട്? അപ്പോൾ see you in the next video.